പ്രേമിച്ച് വിവാഹം കഴിച്ച ഒരു കുടുംബം ഖിയാമത്ത് നാൾ വരെ സന്തോഷത്തിന്റെ ജീവിതം അവർക്ക് ഉണ്ടാവില്ല. ചിലരുടെ ഒക്കെ വിചാരമുണ്ട്, ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ ആ ചരിത്രം ഞാൻ മാറ്റും. പൂർവികന്മാരൊക്കെ പറയുന്നുണ്ട് പ്രേമിച്ച് കല്യാണം കഴിച്ചവരൊന്നും സന്തോഷത്തിലല്ല ജീവിതം. അപ്പൊ കുട്ടികൾക്കൊക്കെ തോന്നും ഞങ്ങളുടെ ജനറേഷനൊക്കെ വേറെയാണ്, ഞങ്ങൾ ആ ചരിത്രം മാറ്റിത്തരുമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഒരുങ്ങുന്നില്ല. എല്ലാവരും ഖുതുബിയ്യത്തിന്റെ മജ്‌ലിസ് കാത്തിരിക്കുന്നവരാ. പുറത്ത് ചെറിയ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിന്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ മഴയുടെ ഭീതിയിലാണ് നാട്ടുകാരും ഭരണാധികാരും എല്ലാം കാതോർത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാഹു പ്രകൃതി ദുരന്തങ്ങളൊക്കെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാക്കട്ടെ. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഏകദേശം 8:30 9:30 ആകുമ്പോഴേക്കൊക്കെ നമുക്ക് ഖുതുബിയത്തൊക്കെ കഴിഞ്ഞ് ബറക്കത്തിന് വേണ്ടി മാത്രം ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. ചെറുതായിട്ട് മഴയൊക്കെ കൊണ്ടോളി, അതൊക്കെ സുന്നത്താ. അല്ലാഹു ആകാശത്ത് നിന്ന് ഇറക്കി തരുന്ന വെള്ളമല്ലേ, അതിലൊക്കെ വലിയ ബറക്കത്തുണ്ട്. നമുക്ക് ചെറിയ മഴയൊക്കെ വരുമ്പോ കസാര അവിടുന്ന് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് മാറിയിരിക്കാം, ഇവിടുന്നും എടുത്തിട്ട് കുറച്ചിങ്ങോട്ട് മാറിയിരിക്കാം. എന്നാൽ നമ്മളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ ഇന്ന് ആ ഖബറിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് രക്ഷിതാക്കള്, ഭാര്യമാര് മരിച്ചവരുണ്ട്, ഭർത്താക്കന്മാര് മരിച്ചവരുണ്ട്, വിദേശത്ത് നിന്ന് മയ്യത്ത് കൊണ്ടുവന്നവർ ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെ പലരും ഇന്ന് കിടക്കുന്നത് ഖബറിലാണ്. നോക്കൂ, നിങ്ങൾ റോട്ടിലൂടെ ഒന്ന് പോയി നോക്കി നോക്കൂ, എത്രയോ വെള്ളം ഇങ്ങനെ ഒലിച്ച് പോകുന്നത്. അതിന്റെ ഒരു കിനിവെങ്ങാനും ഇറങ്ങി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ശരീരത്തിലെങ്ങാനും വന്ന് ആ വെള്ളം ഇങ്ങനെ കൂടിക്കൂടി ആ മയ്യത്തെങ്ങാനും പൊന്തി നിൽക്കേണ്ട ഗതികേട് വന്നാൽ ഹയാത്തുള്ള ഖബറാക്കി അല്ലാഹു അവരുടെ ഒക്കെ മാറ്റട്ടെ. ആ ജീവിതമൊക്കെ ഓർക്കുമ്പോ ഹൃദയം എങ്ങനെ പിടയ്ക്കും. ഒന്ന് മാറിക്കെടുക്കാനോ അവിടുന്ന് എഴുന്നേറ്റ് പള്ളിയുടെ ഒരു മൂലയ്ക്ക് പോയി ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരു ജീവിതം നമുക്കൊക്കെ വരാൻ കിടക്കുന്ന ജീവിതമാണ് അതൊക്കെ. എത്ര കാലം ഈ ദുനിയാവിൽ ഉണ്ടാകുമെന്ന് നമുക്കൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്തവരാ. എല്ലാ കമ്പനി സാധനങ്ങൾക്കൊക്കെ ഗ്യാരണ്ടി ഉണ്ട്, നമ്മുടെ കമ്പനിക്ക് അല്ലാഹു നമുക്ക് ഗ്യാരണ്ടി തന്നിട്ടില്ല. അപ്പോ വിളിച്ചാൽ വിളിക്കുത്തരം ചെയ്യേണ്ടവരാണ് നമ്മളൊക്കെ. അപ്പൊ കുറച്ച് മഴക്ക് കൊള്ളുന്നത് നല്ലതാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ മജ്‌ലിസ് ഒരുപാട് ആളുകളുടെ ജീവിതം മാറുന്ന മജ്‌ലിസാക്കി അല്ലാഹു മാറ്റട്ടെ. ഇന്ന് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നിങ്ങളെ സൂചിപ്പിക്കുന്നത്. ഈ ആഴ്ചയിൽ 4 കേസുകളാണ് എൻ്റെ അടുത്ത് വന്നത്. പലരും വന്നതിന്റെ വിഷമം മക്കള് മറ്റുള്ളവരുമായി പ്രേമത്തിലാണ്, എനിക്ക് അവനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിക്കാണ്, തങ്ങൾ ദ്വാരക്കണം. പലരും ഈ കൂട്ടത്തിലുണ്ട്, അവരുടെ ഉമ്മമാരൊക്കെ. ഇന്നലെ ഒരു ഹൈന്ദവരായ ഒരു അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് വന്നിരുന്നു. വലിയ സങ്കടം പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, മക്കളുണ്ട്, പക്ഷേ ആ മകൻ വേറൊരു 3 കുട്ടികളുള്ള സ്ത്രീയുമായി പ്രേമത്തിലാണ്. ഇപ്പൊ അവർ ഒരുമിച്ച് താമസിക്കണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്.
സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ കാലഘട്ടത്തിലാണ് നമ്മുടെ ഓരോ ദിവസവും. റൂമിലിരിക്കുന്ന മകള് മൊബൈലിൽ എന്താണ് ചെയ്യുന്നത് എന്ന് അടുക്കളയിലുള്ള ഉമ്മാക്ക് അറിയാത്ത കാലഘട്ടം. തട്ടിന്റെ മുകളിൽ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മകൻ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാത്ത കാലഘട്ടം. ഞാൻ മിനിഞ്ഞാന്ന് കിതാബ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഇബാറത്തുണ്ട്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ-നദ്റതു തുസ്രിഉ ഫിൽ ഖൽബി ശഹവതൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഒരാണും ഒരു പെണ്ണും കുറച്ചു നേരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിന്നാൽ അവരുടെ ഇടയിൽ ഒരു ശൈത്താൻ വരും. അവരുടെ ആ നോട്ടങ്ങൾ വികാരത്തിലേക്ക് മാറ്റും. ആ ബന്ധം വഷളാകും. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഉള്ള സംസാരം വേണ്ട എന്നാണ് നമ്മുടെ ഇമാമിങ്ങൾ, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. എത്രയോ കേസുകൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം, പ്രേമിച്ച് വിവാഹം കഴിച്ച ഒരു കുടുംബം ഖിയാമത്ത് നാൾ വരെ സന്തോഷത്തിന്റെ ജീവിതം അവർക്ക് ഉണ്ടാവില്ല. ചിലരുടെ ഒക്കെ വിചാരമുണ്ട്, ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ ആ ചരിത്രം ഞാൻ മാറ്റും. പൂർവികന്മാരൊക്കെ പറയുന്നുണ്ട്, പ്രേമിച്ച് കല്യാണം കഴിച്ചവരൊന്നും സന്തോഷത്തിലല്ല ജീവിതം. അപ്പൊ കുട്ടികൾക്കൊക്കെ തോന്നും ഞങ്ങളുടെ ജനറേഷനൊക്കെ വേറെയാണ്, ഞങ്ങൾ ആ ചരിത്രം മാറ്റിത്തരുമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. ഇവരുടെ രണ്ടു പേരുടെയും ഇടയിൽ സംശയത്തിന്റെ വേര് ദിവസവും ഇങ്ങനെ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കും. എത്ര നിങ്ങൾ ശ്രമിച്ചാലും ആ കറ നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത രൂപത്തിലേക്ക് സംശയത്തിന്റെ ആ വേരുകൾ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ചലിത്തിക്കൊണ്ടിരിക്കും. ഭാര്യ ഭർത്താവിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കും, ഇത്രയും സ്വാലിഹത്തായ ഞാൻ ഇയാളുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആള് ജോലിക്ക് പോകുമ്പോ എത്ര ആളെ വളയ്ക്കുന്നുണ്ടാകും, എത്ര ആളോട് സംസാരിക്കുന്നുണ്ടാകും, എന്നോട് കള്ളം പറഞ്ഞിട്ടാണ്, പലരെയും മറച്ചിട്ടാണ് എന്നെയൊക്കെ വശീകരിച്ചത്. ഇതുപോലെ എന്റെ ഭർത്താവ് പുറമെന്ന് എത്ര ആളുകളൊക്കെ ആ പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാകുന്ന ഭാര്യ ഇങ്ങനെ ചിന്തിക്കും. എവിടെ പോകുമ്പോഴും സംശയാകമാകും. ഫോണിലൊരു മെസ്സേജ് വന്നാൽ സംശയം വരും. എങ്ങനെ നിങ്ങൾ മുസാഫിന്റെ ഉറവയായാലും ആ സംശയം ഇങ്ങനെ ഓരോ മെസ്സേജുകൾക്കും ഓരോ കോളുകൾക്കും കൂടി വരും. നേരെ മറിച്ചോ ഭർത്താവ് ചിന്തിക്കും, ഞാനൊന്ന് വെറുതെ ഒരു മെസ്സേജ് ഇടുമ്പോഴേക്ക് എന്റെ കൂടെ ഇറങ്ങി വന്ന പെണ്ണ് 1 കിലോ ഓറഞ്ച് മേടിച്ച് വീട്ടുകാരെയൊക്കെ സോപ്പിട്ട് വലിയ പ്രമാണിമാരുടെ ഇടയിൽ നിന്ന് ഞാൻ രാത്രി അടിച്ചു മാറ്റിയ പെണ്ണ് ഞാൻ ജോലിക്ക് പോയാൽ എന്തുകൊണ്ട് എന്റെ അനിയന്റെ പിന്നാലെ പോവില്ലാന്ന് എങ്ങനെ വിശ്വസിക്കും? അങ്ങനെ ആ സംശയങ്ങൾ ഇങ്ങനെ മുറുകി അവരുടെ ജീവിതമൊക്കെ വലിയ നാശത്തിലേക്ക് വരും. കിതാബിലൊക്കെ കാണാം, നരകത്തിൽ ഇതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടാകും, രക്ഷിതാക്കളെ വേദനിപ്പിച്ചവർ. അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ സുജൂദിൽ കിടക്കും. അല്ലാഹ്, എന്റെ ഉമ്മത്തിൽപ്പെട്ട മക്കളാണല്ലാ, അവരെ രക്ഷിക്കണം അല്ലാ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ കൽപ്പന വരും, മുഹമ്മദ് നബിയേ, തല ഉയർത്തിക്കോളൂ.
തല ഉയർത്തിക്കോളൂ, ആ ദുആക്ക് ഞാൻ ഉത്തരം തരൂല നബിയേ. അവര് അത്രത്തോളം അവരുടെ രക്ഷിതാക്കളെ വേദനിപ്പിച്ച മക്കളാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ വേദനിപ്പിച്ച മക്കളാണ്. പോലീസ് സ്റ്റേഷനിൽ കയറ്റിയവരാണ്. നെഞ്ച് പൊട്ടി കരഞ്ഞു റോട്ടിൽ വീണവരാണ്. തല ഉയർത്തി നടക്കാൻ പറ്റാത്ത വിധത്തിൽ നെഞ്ചിന്റെ ഇങ്ങനെ വേദന വന്നപ്പോ പലരും ഇങ്ങനെ താങ്ങിപ്പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സിറിഞ്ച് വെച്ചവരാണ്. ഇല്ല നബിയേ, അവരുടെ രക്ഷിതാക്കൾ എന്നോട് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷമല്ലാതെ ആ മക്കളെ ഞാൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയില്ല. ശരിക്ക് പഠിച്ചോളൂ ആ വിഷയമൊക്കെ. രക്ഷിതാക്കളെ എങ്ങാനും വേദനിപ്പിച്ച് സുഖം തേടി പോയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം നമ്മുടെ രക്ഷിതാക്കളൊക്കെ നമ്മൾ വളർത്തിയവരാ. ചെറിയ കുട്ടികളൊക്കെ എടുത്ത് ആ ഉപ്പ കളിപ്പിക്കുമ്പോ മുകളിലേക്ക് ഇങ്ങനെ ഇടുമ്പോ കുട്ടികൾ ചിരിക്കാറാണ്. എന്തേ കാരണം? ചെറിയ മക്കളെയൊക്കെ രക്ഷിതാക്കൾ ഉപ്പെടുത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടികൾ ചെറുക്കുള്ളൂ, കരയിൽ. എന്തേ? ആ കുട്ടിക്കറിയാം ആ ഉപ്പയുടെ രണ്ട് കൈയും ഭദ്രമാണ്, നിലത്ത് വീഴാതെ വാപ്പ രക്ഷിക്കും. അതുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടന്ന മക്കൾ ഏതെങ്കിലും എവിടുന്നെങ്കിലും തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നും ഇവിടുന്നൊക്കെ കയറി വന്ന ബംഗാളികളുടെ ഒക്കെ കൂടെ ഒളിച്ചോടി എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് ഈ വേദിയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എത്ര ഗൗരവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസ് കണ്ടില്ലേ, പരസ്പരം നോക്കുക പോലും ചെയ്യരുത്. ഒരു സ്ത്രീ ഒരു പുരുഷനെ തൊട്ടാൽ, അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അന്യ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ അതോടെ നിങ്ങളുടെ ദുനിയാവും ആഖിറവും പോയി. ചിന്തിക്കണ്ട. ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാൻ അവർ ഒറ്റ കാരണം മതിയാകും. ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ യമൂത ബിഅർളി ജഅല ലഹു ഇലൈഹാ ഹാജ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യനെ എവിടെ വെച്ച് മരിപ്പിക്കണം, എങ്ങനെ മരിപ്പിക്കണം, തൂങ്ങിച്ചാവണോ, വെള്ളത്തിൽ ചാടിച്ചാവണോ, ഫാനിൽ തൂങ്ങണോ, അങ്ങനെ എങ്ങാനും റബ്ബിന്റെ ഖളായിലുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ അവൾ ഫാനിന്റെ ചോട്ടിലാണ് തൂങ്ങിക്കിടക്കുന്നത് കാണണം, അവസാനം അങ്ങനെയാണ് അവളുടെ വരിക എന്ന് അള്ളാഹുവിന്റെ ഖളാ ഉണ്ടെങ്കിൽ അതിന് അള്ളാഹു കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ജഅല ലഹു ഇലൈഹാ ഹാജ. ഒരാളുടെ ഈമാൻ തെറ്റണം, കാഫിറായിട്ടാണ് ചാവേണ്ടത്, അതിന് അള്ളാഹു എന്ത് ചെയ്യും? ഒരു കാരണം ഇട്ട് കൊടുക്കും, എന്നാലേ അവിടേക്ക് പോകും. അപ്പോ എത്ര ഭദ്രമാക്കി കോഴിക്കുട്ടികളെ പോലെ വളർത്തിയാലും, ഏത് ബിരുദം നിങ്ങൾ എടുത്തവരെ പഠിപ്പിച്ചാലും ചാടേണ്ട സമയത്ത് അല്ലാഹു അവരെ ചാടിക്കും. നേരത്തെ പറഞ്ഞത് സ്ത്രീ പുരുഷന്മാരെങ്ങാനും തൊട്ടാൽ അതോടെ തീർന്നു, അവരുടെ ജീവിതം ഉള്ള ബറക്കത്ത് അല്ലാഹു എടുത്തു കളയും. കിതാബിലൊക്കെ കാണാം, ദാരിദ്ര്യം കൊണ്ട് അവരെ പരീക്ഷിക്കും, ദരിദ്രരാക്കി മാറ്റും, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അവരെ മാറ്റും, രോഗങ്ങൾ കൊണ്ട് അവരെ വലിയ പ്രയാസത്തിൽപ്പെടുത്തും, വലിയ രോഗങ്ങൾ കൊണ്ട് അവരെ ഇങ്ങനെ പൊറുതിമുട്ടിച്ചുകൊണ്ടിരിക്കും. കാരണം അവരുടെ ആഖിറം പരാജയത്തിൽ പെടണം. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു ആ പരീക്ഷണങ്ങളൊക്കെ ഇങ്ങനെ നൽകുന്നത്. ഒരൊറ്റ ആയത്ത് കൂടി ഞാൻ ഓതിയിട്ട് നിർത്തും. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്, മോനെ, നിന്റെ അടുത്ത് വല്ല തെറ്റെങ്ങാനും സംഭവിച്ചാൽ പൊയ്ക്കോളൂ, റസൂലുള്ളാന്റെ ചാര പോയി
അവിടെ റസൂലുള്ളാഹിനെ മുൻനിർത്തി അല്ലാഹുവിനോട് കരങ്ങൾ ഉയർത്തിക്കോളൂ. പറഞ്ഞു വന്നത് മഹാന്മാരെ സഹായം തേടൽ നമുക്ക് പൂർവികരന്മാരൊക്കെ പഠിപ്പിച്ചതാണ്. അവരെ ഇടയാളനാക്കി അല്ലാഹുവിനോട് ചോദിക്കുക, ഉത്തരം ലഭിക്കും. അതിന്റെ ഒറ്റ തെളിവാണ് നമ്മൾ ഇവിടെ വിളിക്കുന്ന ഈ ഖുത്ബിയത്ത് മജ്ലിസൊക്കെ. മുഹീദ്ദീൻ ശൈഖിനെയാണ് നമ്മൾ ഇടയാളനാക്കി റബ്ബിനോട് കരങ്ങൾ ഉയർത്തുന്നത്. അല്ലാഹു മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി ദുആർക്കണം. പല ഭാഗത്തു നിന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലൊക്കെ കേൾക്കുന്നവരുണ്ട്, ഗൾഫിൽ നിന്ന് നമ്മുടെ മജ്ലിസിനൊക്കെ വീക്ഷിക്കുന്നവരുണ്ട്. അപ്പോ അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുത്ബിയത്ത് കഴിഞ്ഞാൽ ദുആർക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.